ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സൂപ്പർ വറ്റ കിട്ടിയിട്ടുണ്ട്. ചൂരയല്ല, വറ്റ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വെട്ടി കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ചട്ടി അടുപ്പ് വയ്ക്കണം. നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിനകത്ത് 2-3 ഉലുവ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി ചുമന്നുള്ളിയും കൂടി ഇടുന്നുണ്ട്, കാരണം ഇച്ചിരി കറിക്ക് ഒരു ടേസ്റ്റ് കൂടാനായിട്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചട്ടിയിലിട്ട് വഴറ്റുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കഷ്ണം കായവും കൂടി ഇടുന്നുണ്ട്. ആ കായം കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോൾ മീൻകറി വെച്ചാലും കായ ഇടുന്നത് നല്ലതാണ്. എല്ലാം വഴറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ശകലം ഉപ്പും കൂടി ഇട്ട് 2-3 കഷ്ണം പുളി നമുക്കിടാം. പുളി നമ്മൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 കഷ്ണം പുളിയും കൂടി ഇട്ട്, നല്ല പുളിയുള്ള ഭാഗം, അതുകൊണ്ടാണ് കുറച്ചിടുന്നത്. പിന്നെ ഇനി അതിനകത്തോടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ മസാല എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്ന് ഇതാക്കിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ എല്ലാ മസാലയും കൂടി ഒരുപോലെ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അത് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ഇടാവേ. ഇതാകണ്ടോ, മീൻ കഷ്ണങ്ങളിട്ട് ഒന്ന് ആ സ്പൂൺ കൊണ്ട് ഇളക്കണം. ഇപ്പോഴേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ, പക്ഷേ മീൻ പച്ചയാണ്, അത് തിളയ്ക്കണം. നമുക്കത് ഇച്ചിരി വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് തിളപ്പിക്കുക. മീൻ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. സൈഡിലോട്ട് നോക്കി, അവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല അടിപൊളിയായിരുന്നു. മീൻ കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. എന്നാലും ഇച്ചിരി കൂടെ കുറുകി യോജിക്കട്ടെ. കണ്ടോ, എണ്ണ കണ്ടോ, സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നല്ല ചാറ് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പർ കറി കിട്ടും. വേണ്ട വറ്റി വന്നിട്ടുണ്ട്, നല്ല സൂപ്പർ കറിയായിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം നമുക്ക് പുതിയ വീഡിയോ ഇടാനൊരു പ്രചോദനം ഉണ്ടാവും. കണ്ടോ, നോക്കുക, നല്ല കുറുകിയ വറ്റ മുളകിട്ട് കറി വെച്ചത്. ടാറ്റാ.